ഞാൻ എൻ്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പായിട്ട് പള്ളിയിൽ പോയി മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം വിളിക്കുന്നത് യോഗ്യത കണ്ടിട്ടല്ല, വിളിക്കുന്ന ദൈവം നമ്മളെ യോഗ്യരാക്കുകയാണ്. അതായത് നമ്മളെ വിളിച്ച് നമ്മളെ ശരിക്കും എക്യുപ്പ് ചെയ്യുക. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട്, നമ്മളെ തന്നെ ഉരുക്കി വാർത്തെടുക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഇനി നമ്മൾ സഹനങ്ങളായിട്ട്, പരീക്ഷണങ്ങളായിട്ട് കാണുന്നത്. ജീസസ് ദ സിഇഒയിലേക്ക് എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലോക്സഭാ ജോയിൻറ്റ് സെക്രട്ടറി ആൻഡ് ചീഫ് ഓഫ് പ്രോട്ടോകോൾ ശ്രീ സിറിൽ ജോൺ സാറാണ്. സാർ, ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ പങ്കുവെക്കുകയുണ്ടായി. സ്വാഭാവികമായും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും സജീവമായ സുവിശേഷ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ സാറിന് ജോലി ഒരു സൈഡ് ബിസിനസ്സായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സാറ് പാർലമെൻറ്റിൽ പോകാൻ സമയം കിട്ടാറുണ്ടോ? കാര്യം അത്രയ്ക്കും പ്രവർത്തനങ്ങൾ സാറ് സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്? പാർലമെൻറ്റിലെ ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് പ്രയോറിറ്റിയാണ്. കാരണം ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള രീതിക്കും പാർലമെൻറ്റ് എംപ്ലോയി എന്നുള്ള രീതിക്കും അതിന് ഏറ്റവും പ്രയോറിറ്റി ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ 8:30 ഓഫീസിൽ ചെല്ലാറുണ്ട്. 10 മണിക്കാണ് ഓഫീസ് തുടങ്ങുക, 8:30 ചെല്ലാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം താമസിച്ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫയൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കാറുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പാർലമെൻറ്റിലെ എൻ്റെ ജോലിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, ഇന്നും പാർലമെൻറ്റിൽ എന്നെ റേറ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് എംപ്ലോയീസ് എന്നുള്ള രീതിക്കാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധാരണ ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി, ചീഫ് ഓഫ് പ്രോട്ടോകോൾ എന്ന പോലെയുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കാറുള്ളൂ. കാരണം അതിനകത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും സ്പീക്കർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. സ്പീക്കറുടെ കൂടെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ യാത്രയ്ക്ക് പോകാറുണ്ട്, ഡെലിഗേഷനിൽ പോകാറുണ്ട്, കോൺഫറൻസുകൾക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്ലാനിങ് ചെയ്യാനായിട്ടും ഒരുങ്ങുവാനായിട്ടൊക്കെ ഉള്ള അത്ര വിശ്വാസമുള്ളവരെ മാത്രമേ ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്തെങ്കിലും എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു പ്രവർത്തനം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയുന്നത് ഞാൻ സ്പിരിച്വലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല, എൻ്റെ ഒഫീഷ്യലായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആ ശക്തിയും എനിക്ക് ഒഫീഷ്യൽ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടും ഞാൻ അനുഭവിക്കാറുണ്ട്. ചിലപ്പോൾ കാര്യങ്ങൾ ഓർമ്മിച്ച് തരിക, എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുവിശേഷ വേലയോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വേലയോ ഒരു വിധത്തിലും എൻ്റെ ഓഫീസിലെ ജോലികൾക്ക് ഒരു തടസ്സമായിട്ട് മാറിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഇതിനുള്ള കാര്യത്തിന് പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പെർമിഷൻ എടുത്തിട്ട് ലീവ് എടുത്ത് അവധിയെടുത്താണ് ഞാൻ പോകുന്നത്. എൻ്റെ അവധി ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ജോലിക്ക് തന്നെയാണ് ടോപ്പ് പ്രയോറിറ്റി സാറ് കൊടുക്കുന്നത്? അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലിക്ക് ഞാൻ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പാർലമെൻറ്റിലെ ജോലിയിൽ എനിക്ക് അങ്ങനെയൊരു റിസ്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഓക്കെ സാർ, ഇപ്പോൾ ഡൽഹി മുഴുവൻ സുവിശേഷം വൽക്കരണ പ്രവർത്തനങ്ങളുമായി നടക്കുന്നു, ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നു. ഈ സുവിശേഷം സ്വന്തം ഓഫീസിൽ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ, അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ സാറിന് എങ്ങനെയെങ്കിലും സുവിശേഷം പറയാൻ സാധിക്കാറുണ്ടോ? സുവിശേഷ പ്രവർത്തനങ്ങൾ എപ്പോഴെങ്കിലും നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ ഒഫീഷ്യൽ മേഖലയിൽ ഞാൻ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വ്യക്തി മാതൃക കൊണ്ട്, അതായത് നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റിക്കൊണ്ടാണ് ഞാൻ ചെയ്യുക. അതെനിക്ക് ശരിക്കും കാണാൻ സാധിക്കും. കാരണം ഞാൻ ആരുടെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും എനിക്കെന്നും നല്ലൊരു പീസ്ഫുൾ റിലേഷൻസ് ഉണ്ട്. പലപ്പോഴും പ്രശ്നങ്ങളുള്ള ബ്രാഞ്ചുകൾ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളുള്ളവരെ, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരെല്ലാവരും വളരെ സഹകരിക്കുന്നതായിട്ട്, എനിക്ക് ആരുമായിട്ടൊരു ടെൻഷൻ ഓഫീസിലില്ല. എൻ്റെ സീനിയേഴ്സുമായിട്ടുള്ള എൻ്റെ ജൂനിയേഴ്സുമായിട്ടില്ല. ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നതാണ്. എപ്പോഴും എനിക്ക് വേണ്ടത്ര സഹകരണം എല്ലാ മേഖലകളിലും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ലോക്സഭാ സ്പീക്കറിൻ്റെ കൂടെ, നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കറിൻ്റെ കൂടെ ഇപ്പോഴത്തെ സ്പീക്കറിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സ്പീക്കറിനെ ഞാൻ വത്തിക്കാൻ കൊണ്ടുപോയി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മുഴുവൻ കാണിച്ചു. അതിനുശേഷം വത്തിക്കാൻ മ്യൂസിയം കാണിച്ചു, സിസ്റ്റൈൻ ചാപ്പൽ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കാണിക്കാനും അതൊക്കെ വിവരിച്ചു കൊടുക്കാനായിട്ടുള്ള എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്പീക്കറെയും ഞങ്ങൾ ലണ്ടനിൽ പോയപ്പോൾ ക്യൂൻസ് പാലസ്, എലിസബത്ത് ക്യൂനിൻ്റെ പാലസിൽ പോയപ്പം അവരുടെ വ്യക്തിപരമായ ചാപ്പൽ കൊണ്ടുപോവുകയും, അപ്പോൾ അവിടുത്തെ ഓരോ പെയിൻറ്റിങ്ങും കണ്ടു കഴിഞ്ഞപ്പോൾ സ്പീക്കർ എന്നോട് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ച് അതൊക്കെ വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ ഞങ്ങൾ
ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് ലണ്ടൻ UK കീഴിലുള്ള ഒരു ഐലൻഡാണ്. അവിടെ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഉച്ച സമയത്ത് വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടേബിളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ സ്പീക്കർ എന്നോട് ചോദിച്ചു, എന്താണ് ഭക്ഷണം കഴിക്കാതെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉപവസിക്കുകയാണ്. നിങ്ങൾ ഉപവസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉപവസിക്കും. ഇന്നെത്താണ് പ്രത്യേകത? ഞാൻ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഈശോ മരിച്ച ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുന്നത്. അപ്പോൾ സ്പീക്കർക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനായിരുന്നു. അതായത് നമ്മൾ ക്രിസ്ത്യാനികൾ ഉപവസിക്കും എന്നുള്ളൊരു കാര്യം വന്നു. അങ്ങനെ നമ്മൾ ഓരോ സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ വാല്യൂസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിപ്പോൾ ഒരു സീനിയേഴ്സിൻ്റെ, എനിക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് കാലം മുമ്പ് ഒരു പുതിയ ഡ്രൈവറെ എത്തുന്നു. ഓഫീഷ്യൽ വണ്ടി ഓടിക്കുന്ന പുതിയ ഡ്രൈവറെ തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊരു വ്യക്തി വന്ന് പറഞ്ഞു, ഈ കിട്ടിയിരിക്കുന്ന ഡ്രൈവർ ഒരു ഡ്രഗ് അഡിക്റ്റാണ് കേട്ടോ, സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഞാൻ ചെറുതായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യ കാലത്തായിരുന്നു. അപ്പോൾ അവൻ്റെ വണ്ടി ഓടിയിൽ ഒരു ചെറുതായിട്ടുള്ള അപാകതകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി പോയി. ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഡ്രൈവർ ഒരിക്കലും എന്നോട് വന്ന് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ തരണമെന്ന് പറഞ്ഞു. എനിക്ക് അതിശയം തോന്നി, ഇവൻ എന്നോട് ബൈബിൾ ചോദിച്ചെന്നെ, ഹിന്ദി ബൈബിൾ ഉണ്ടോ, എനിക്ക് തരാമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, തരാം. അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പങ്കുവെച്ചത് പറഞ്ഞു, സാറേ, ഞാൻ സാറിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ റെഗുലറായിട്ട് ഡ്രഗ് എടുത്തുകൊണ്ടിരുന്ന ആളാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ എന്ന് എന്നെ പോസ്റ്റ് ചെയ്തോ, ഞാൻ എന്ന് ആ സ്റ്റിയറിങ്ങിൽ സാറിൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് എടുത്തോ, അന്ന് മുതൽ ഞാൻ ഡ്രഗ് തൊട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, അതിൻ്റെ കാരണം എന്നാ? എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്, എനിക്കത് ഡ്രഗ് എടുക്കാൻ സാധിച്ചില്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിച്ചു. ഞാൻ അവന് ബൈബിൾ കൊടുത്തു, അവന് ബൈബിൾ ഇന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വണ്ടിയുടെ പുറകിൽ ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രവർത്തന മേഖലയിൽ നമ്മുടെ സാന്നിധ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സുവിശേഷവൽക്കരണത്തിന് സഹായിക്കാറുണ്ട്. മാതൃക കാണിച്ച് ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുകയാണ്. അപ്പം സാറിൻ്റെ പുസ്തകങ്ങളിലേക്കും എഴുത്തിലേക്കും ഒക്കെ ഒന്ന് വരാം. സാറ് 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2012 മുതൽ കാരിസ് ഇന്ത്യയുടെ ചീഫ് എഡിറ്ററാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, പുസ്തകങ്ങൾ എഴുതാൻ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എങ്ങനെയാണ്? ആ പുസ്തകങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട്, കാരണം അത് പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതിയത് കരിസ്മാറ്റിക് നവീകരണത്തെ പറ്റിയാണ്. അപ്പോൾ അത് എഴുതാനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ശരിക്കും ഒരു നല്ല പുസ്തകം, അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കത്തെ പറ്റിയും അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും അതിൻ്റെ നേതൃത്വനിരയെ പറ്റിയും അതിന് സഭയായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയും അതിൻ്റെ വെല്ലുവിളികളെ പറ്റിയും ഒക്കെ അതിൻ്റെ ഭാവിയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല, ഒരു ഭാഷയിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതി, അത് സ്പേർഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, 10 ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അതിന്നും പലരും അത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തെ പറ്റി ടീച്ചിങ് കൊടുക്കും, പഠിപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകം ഇതായിരുന്നു. ഒരു 3 വർഷം മുമ്പാണ് ആ പുസ്തകം എഴുതിയത്. അതായത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി. എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ഒരു വിളിയുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു നല്ല കത്തോലിക്ക സഭയുടെ ഒരു പുസ്തകം. മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി മറ്റ് സഭകളിലൊക്കെ കാണാറുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അതൊരു ശരിക്കും ഒരു ഒത്തൻറ്റിക് ടീച്ചിങ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നല്ലൊരു ടീച്ചിങ്ങുള്ളൊരു പുസ്തകം എഴുതണമെന്നൊരു പ്രേരണ എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാനത് എഴുതിയതിന് ശേഷം ഞാനത് ഇൻ്റർനാഷണൽ കൗൺസിൽ, വത്തിക്കാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായ മിഷേൽ മൊറാനെ ആ പുസ്തകം കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നല്ല പുസ്തകമാണല്ലോ, ഇത് നമുക്ക് വത്തിക്കാനിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വത്തിക്കാനിൽ നിന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് കൂടാതെ 12 ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടു. ഇന്ന് ഒത്തിരി പേർക്ക് അതൊരു പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കാരിസ് ഇന്ത്യയെ ഞാൻ ചീഫ് എഡിറ്ററായിട്ട് പോകുന്നു. എല്ലാ മാസവും അതിനകത്ത് എഡിറ്റോറിയൽ എഴുതാറുണ്ട്. ചിലപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. ഒരു വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ, എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? ഒപ്പം ഒരു കാര്യം, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ ആത്മാർത്ഥതയോടെ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എങ്ങനെ വളരണം, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ വരുത്തേണ്ടത്? കാരണം ഒരു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അതേ സിൻസിയറിറ്റിയോടുകൂടി
മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ആ വളർച്ച എങ്ങനെയായിരിക്കണം ഒന്ന് വിശദമാക്കാമോ? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ സാധാരണ നവീകരണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രാർത്ഥിക്കുന്നവർ സാധാരണ പ്രാർത്ഥിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. പക്ഷേ ശരിക്കും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മൾ സുവിശേഷീകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും, നേതൃത്വ നിരയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും, കൗൺസിലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും, ഗാനശുശ്രൂഷയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇവരെല്ലാവരും ആയിരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. കാരണം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് മേഖലയിൽ ശുശ്രൂഷ ചെയ്താലും ആ മേഖലയിൽ ഒത്തിരി അഭിഷേകം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കാര്യങ്ങളെ പറ്റിയാണ് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. സെൻറ്റ് തെരേസ ഓഫ് ആവില പറഞ്ഞൊരു കാര്യമുണ്ട്, ദ വൺ ഹു ലവ്സ് മച്ച് പ്രേസ് മച്ച്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയും, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മധ്യസ്ഥനായി മാറുക. സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക എന്ന് പറയുന്നത് സാറിനെ പോലെ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർക്കോ മാത്രം പറ്റുന്ന ഒരു കാര്യമാണോ? ഒപ്പം ഒന്ന് ചോദിക്കട്ടെ, അതൊരു തോന്നലാണോ? അല്ലെങ്കിൽ സാധാരണ ഒരു അൽമായനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും? ഈ ദൈവസ്വരം ശ്രവിക്കുക എന്ന് പറയുന്നത് കരിസ്മാറ്റിക്കാരുടെ ഒരു കുത്തകയല്ല. ദൈവസ്വരം ശ്രവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പല സാഹചര്യങ്ങളിലും അപ്പസ്തോലന്മാരെ ദൈവസ്വരം ശ്രവിച്ചതിന് ശേഷം അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരിപ്പം സഭയൊക്കെ തുടങ്ങിയതൊക്കെ എല്ലാവരും ഈ ദൈവസ്വരം ശ്രവിച്ച ഒരു പ്രേരണ ലഭിച്ചതിന് ശേഷം ആ ഒരു പ്രേരണയിലാണ് അവർ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ജീവിതം എടുത്താൽ, സെൻറ്റ് ഫൗസ്റ്റീനയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദർ തെരേസ ഓഫ് കൽക്കട്ടയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരെല്ലാവരും ദൈവസ്വരം ശ്രവിച്ചതിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ദൈവസ്വരം ശ്രവിക്കുക എന്ന് പറയുന്നത് സഭയുടെ ഒരു മുതൽക്കൂട്ടാണ്, കരിസ്മാറ്റിക്കാരുടെ അല്ല. സഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. സഭയുടെ ആദ്യകാലം മുതൽ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനും ഇന്ന് ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഭയിൽ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഈ ദൈവസ്വരം ശ്രവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഇന്നിപ്പം ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ, ഏറ്റവും സാധാരണക്കാരെന്ന് ചിന്തിക്കുന്നവനും പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നുണ്ട്, അവർക്ക് ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രേരണ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും തിയോളജിയൊക്കെ പഠിച്ച് PhD ഒക്കെ ചെയ്ത് ഡോക്ടറേറ്റൊക്കെ ഉള്ള വ്യക്തികൾ പോലും ചെന്ന് ദൈവസ്വരം ശ്രവിക്കാനായിട്ടല്ലേ ദൈവഹിതം മനസ്സിലാക്കുവാനായിട്ട് കൗൺസിലിങ്ങിന് പോകുന്നത് എനിക്കറിയാം. പല കേസുകളിലും ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൻ വഴി അല്ലെ അവൾ വഴി ദൈവസ്വരം ശ്രവിക്കാറുണ്ട്. അപ്പം ദൈവസ്വരം ശ്രവിക്കുന്നത് പല രീതിയിലാണ്. ദൈവസ്വരം ശ്രവിക്കുന്നത് നമ്മളെപ്പോഴും ഒരു സ്വരമായിട്ട് കിടന്നു വരികയല്ല, പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു വിഷനായിട്ട്, നമുക്കൊരു കാഴ്ചയായിട്ട്, ആന്തരിക നയനങ്ങൾ വഴി നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളോട് സ്വരമായിട്ട് ദൈവം സംസാരിക്കും. ചിലപ്പോൾ നമ്മളോട് ഒരു പ്രേരണയായിട്ട്, വലിയൊരു ഉൾപ്രേരണയായിട്ട്, ശക്തമായൊരു പ്രേരണയായിട്ട് ദൈവം സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ വ്യക്തികൾ വഴിയും ദൈവം സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോലും, എനിക്ക് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ എന്നോട് പറഞ്ഞു, പപ്പ അതിങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ശരിക്കും അന്നേരം തോന്നി ഇത് ശരിക്കും ഒരു നല്ല ഒരാശയമാണല്ലോ. അത് നമുക്ക് അന്നേരം ആ ഒരു ഇന്നർ ബേണിങ് സെൻസേഷൻ നമുക്കുണ്ടാകും. ഈ ഇടയ്ക്ക് എന്നോട് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ എന്നോടൊന്ന് പറയുകയാണ്, നമുക്ക് ഡൽഹിക്ക് വേണ്ടി ജെറീക്കോ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു പ്രേരണ ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഹൃദയത്തിലൊരു തീ അങ്ങ് ജ്വലിക്കുക. അപ്പോൾ എനിക്ക് അന്നേരം തോന്നി ഇത് ശരിക്കും ദൈവത്തിൻ്റെ പ്രേരണയാണെന്ന്. അപ്പോൾ നമുക്ക് സാധാരണക്കാരനും ഈ ഇങ്ങനത്തെ പ്രേരണ ഉണ്ടാകാം, ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റാണെന്ന് അല്ലെങ്കിൽ അതിനെ തെറ്റാണെന്ന് കരുതരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സഭയിൽ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സാധാരണക്കാരനോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൂ. സാറ് ദൈവസ്വരം കേട്ട് എടുത്ത എന്തെങ്കിലും ഒരു വലിയ തീരുമാനങ്ങൾ പിന്നീട് അതൊരു ദൈവസ്വരമായിരുന്നു എന്ന്
പ്രൂവ് ചെയ്യത്തക്ക അനുഭവങ്ങൾ സാറിനുണ്ടായിട്ടുണ്ടോ? ഒത്തിരി മേഖലകളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് നിരയിലേക്ക് എന്ന് ഞാൻ അത് സ്വീകരിച്ചോ അന്നൊക്കെ ഞാൻ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് പോലും എടുത്തിട്ടുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡൽഹി സർവീസ് ടീമിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് 8 ജൂലൈ 1996 ഞാനിങ്ങനെ രാവിലെ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ മുട്ടയിൽ നിന്ന് എൻ്റെ ബെഡിലേക്ക് ഇങ്ങനെ ചാരി കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കിങ്ങനെ ഒരു വിഷൻ, ഒരു സീൻ ഞാനിങ്ങനെ കാണുകയാണ്. അപ്പോൾ ആ സീന് ഒരു ബിൽഡിങ്, ഇങ്ങനെ ഒരു കെട്ടിടം, ഇങ്ങനെ മനോഹരമായ ഒരു കെട്ടിടം ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ഇതെന്താ, മനസ്സിലായില്ല ഇതെന്താണെന്നുള്ളത്. അപ്പോൾ എന്താ, കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശക്തമായ പ്രേരണ വന്നത് ഒരു ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ അത് ദൈവം എന്നെ ഒരു ദൗത്യമായിട്ട് ഏൽപ്പിക്കുന്നതായിട്ടൊരു ശക്തമായൊരു പ്രേരണ. അപ്പോൾ ഒരു വിഷൻ കിട്ടി, അതിൻ്റെ കൂടെ ഒരു ശക്തമായ പ്രേരണ ലഭിച്ചു. അപ്പോൾ ആ പ്രേരണ എനിക്ക് നല്ല ബോധ്യമായിരുന്നു. കാരണം ഇന്നും ഞാനത് ചിന്തിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആ ഒരു ബിൽഡിങ് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ സാധിക്കും, ഞാൻ എന്താണ് കണ്ടതെന്നുള്ളത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം മറ്റാരോടും പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു ധൈര്യമില്ലായിരുന്നു. കാരണം ഒരു ധ്യാന കേന്ദ്രത്തെ പറ്റി ചിന്തിക്കാൻ ഡൽഹി, അത് ഇന്ത്യയുടെ തലസ്ഥാന നഗരി, ചിന്തിക്കുവാനായിട്ടുള്ള സാമ്പത്തികം ഇല്ല. നമ്മൾ ഡൽഹി സർവീസ് ടീം അത്രയൊന്നും വളർന്നിട്ടില്ല. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. നമുക്ക് ഒരു 10 രൂപ കയ്യിലുണ്ടെങ്കിലല്ലേ ഒരു സ്ഥലത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെന്നിട്ട് ഡൽഹി സർവീസ് ടീമിനോട് നമുക്കൊരു ധ്യാന കേന്ദ്രത്തെപ്പറ്റി കർത്താവ് എനിക്ക് സന്ദേശം നൽകിയെന്ന് പറഞ്ഞാൽ ചിലപ്പം ഡൽഹി സർവീസ് ടീമുകാർ പറയുന്നത് എനിക്കെന്താ വല്ലതും സംഭവിച്ചോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡൽഹി ക്രൂസേഡേഴ്സ് എന്ന് പറയുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ കർത്താവ് ഒരു സന്ദേശം നൽകി, നിങ്ങളൊന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 1996 മുതൽ 1999 വരെ നമ്മൾ പ്രാർത്ഥിച്ചോളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഒരു ഇനിഷ്യേറ്റീവിനും പോയില്ല, ഇങ്ങ് സ്ഥലം നോക്കാനും പോയില്ല, പൈസ ചോദിക്കാനും പോയില്ല, ഒന്നുമില്ല. അപ്പോൾ 1999 അന്നത്തെ ഡൽഹിയിലെ ആർച്ച് ബിഷപ്പ് അലൻ ഡേ ലാസ്റ്റിക്, അദ്ദേഹം മരിച്ചുപോയതിന് ശേഷം അലൻ ഡേ ലാസ്റ്റിക് പിതാവുമായിട്ട് ഞങ്ങൾ ഒരു മീറ്റിംഗ്, ഡൽഹി സർവീസ് ടീം ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ പിതാവ് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പ്രോഗ്രാംസ് ഇല്ലേ, നിങ്ങൾക്ക് സ്ഥലമില്ലല്ലോ, പലപ്പോഴും നിങ്ങൾ സ്ഥലത്തിന് വേണ്ടി കൊണ്ട് നടക്കുന്നില്ലേ, എന്തുകൊണ്ട് ഒരു സ്ഥലം നിങ്ങൾ നോക്കിക്കൂടാ? ഒരു സ്ഥലം നോക്ക്, ഞാൻ സ്ഥലം നോക്കി മേടിച്ച് കഴിയുമ്പോഴത്തേനും ആ ബിൽഡിങ് പണിയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയൊക്കെ നോക്കാം, നിങ്ങൾ നോക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയമുണ്ടല്ലോ. അതായത് ഞാനാണ് അതിൻ്റെ ചെയർമാൻ, വലിയ സപ്പോർട്ടൊന്നും സഭയിൽ നിന്ന് സാമ്പത്തിക സപ്പോർട്ടൊന്നും കിട്ടിയാലെന്ന് എനിക്കറിയാം. പിന്നെ നമുക്ക് സാമ്പത്തികം ഇല്ല. അപ്പോൾ നമ്മളൊരു ധ്യാനകേന്ദ്രം മേടിക്കാനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് ലോൺ എടുക്കേണ്ടി വരും, അതിന് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു ആത്മീയ ധൈര്യം അന്നേരം എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനോർത്ത് പയ്യെ നോക്കാം എന്നെഴുതി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കത്തീഡ്രൽ പള്ളിയിലാണ് ഞാൻ അന്ന് പാരീഷണറായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കത്തീഡ്രൽ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകും. മിക്കവാറുമൊക്കെ ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ ആർച്ച് ബിഷപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയമായിരിക്കും. പലപ്പോഴും അവിടെ വെച്ച് കാണാറുണ്ട്. പലപ്പോഴും കാണുമ്പോൾ എന്നോട് ചോദിച്ചു, വാട്ട് അബൌട്ട് ദ റിട്രീറ്റ് സെൻറ്റർ, വാട്ട് അബൌട്ട് ദ പ്ലേസ്, സ്ഥലം നോക്കാൻ തുടങ്ങിയോ എന്നോട് ചോദിക്കും. അപ്പം അങ്ങനെ ശല്യം എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഏതായാലും ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. സ്ഥലം അന്വേഷിച്ച് ഡൽഹിയിലൊക്കെ സ്ഥലത്തിന് ഭയങ്കര വിലയാണ്. അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ശരിക്കും വെള്ളം കെട്ടുന്ന ഒരു സ്ഥലം, അവിടെ വഴുതനങ്ങ കൃഷി ചെയ്ത ഒരു 7 ഏക്കർ സ്ഥലം ഒരാൾ കാണിച്ചു തന്നു. അവിടെ നിന്ന് ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയാണ്, ഈ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇത് ദൈവസ്വരം കേട്ട സ്ഥലമാണ് പങ്കുവെച്ച. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം മേടിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് ഇബ്രാഹിംപൂർ, എന്ന് വെച്ചാൽ ഒരു വാഗ്ദാന ഭൂമി എന്ന് ഞങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സ്ഥലം മേടിച്ചു. പിന്നീട് അതിൽ 2 ഏക്കർ സ്ഥലം വിറ്റു പിന്നീട്. പക്ഷേ ഇന്ന് 5 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രം വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇന്ന് ഞങ്ങളുടെ പല പ്രോഗ്രാമുകളും അവിടെ വെച്ചാണ് നടത്തുന്നത്. അവിടെ നിത്യാരാധനയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ദൈവം ഒരു ദർശനമായിട്ട് കാണിച്ചു തന്ന ഒരു കാര്യം, നേതൃത്വ നിലയിലുള്ള എന്നെ കാണിച്ച കാര്യം, ആ ഒരു സ്വപ്നം അത് എങ്ങനെ അത് പൂർത്തീകരിക്കപ്പെട്ടു, എങ്ങനെ ദൈവം സംസാരിച്ചത് ശരിക്കും ഒരു ഡ്രീമായിട്ട് തന്നത് എങ്ങനെ അത് പൂർത്തീകരിച്ചെന്ന് എനിക്ക് വ്യക്തതയോട് പറയാൻ സാധിക്കും. വിശ്വസ്തനാണ്. ആ വിളിയിൽ വിശ്വാസത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും.
സാറിപ്പോൾ ധാരാളം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒത്തിരി സുവിശേഷകരുമായി ഇടപെടേണ്ടി വരുന്നുണ്ട്. വളർന്നു വരുന്ന സുവിശേഷകരുണ്ടാകാം, സമപ്രായക്കാരുണ്ടാകാം. ഇങ്ങനെയുള്ള സുവിശേഷകരുമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, സഹോദര ഇങ്ങനെ ചെയ്യരുത്, ഇതല്ല ക്രിസ്തു ഉദ്ദേശിച്ച സുവിശേഷ പ്രവർത്തനം, അല്ലെങ്കിൽ ഇതാണ് വഴി എന്ന് പറയാൻ ഒരു കറക്ഷൻ കൊടുക്കാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നേതൃത്വനിലയിൽ പലപ്പോഴും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഡൽഹി സർവീസ് ടീമിൻ്റെ ചെയർമാൻ ആകുന്ന സമയത്ത് 1994 അന്ന് അവിടെ വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളോ സജീവമായ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാത്തൊരു സമയത്താണ് ഞാൻ ചെയർമാനായത്. ചെയർമാനായതിനു ശേഷം ഒത്തിരി പേരെ വളർത്തുവാനായിട്ട് എനിക്ക് ദൈവം കൃപ നൽകി. ഒരു ഗുണം എനിക്കെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വളർത്തുന്നതിൽ ഞാൻ എപ്പോഴും സന്തോഷമുള്ളവനാണ്. മറ്റുള്ളവർ വളരുന്നതിൽ സന്തോഷിക്കുന്നവനാണ്. മറ്റുള്ളവർ എൻ്റെ ഒപ്പം വളരുന്നതിനും എന്നെക്കാളും വളരുന്നതിലും ഞാൻ പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് പലരെയും വളർത്താൻ സാധിച്ചു. അപ്പോൾ ഈ വളർത്തുന്ന പ്രോസസ്സിൽ പലരെയും തിരുത്തേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വളർത്തുമ്പോൾ തിരുത്തേണ്ടി വരും. അങ്ങനെ തിരുത്തേണ്ടി വന്നപ്പോൾ പലരും ആ തിരുത്തലുകൾ സ്വീകരിച്ച് വളർന്ന് നന്നായി ശുശ്രൂഷ മേഖലയിലൊക്കെ കടന്നുപോയ വ്യക്തികളുണ്ട്. ചിലരൊക്കെയെങ്കിലും ആ തിരുത്തലുകളോടുകൂടി മുറിയപ്പെട്ടവരുമുണ്ട്. അതില്ലെന്ന് ഞാൻ പറയല്ല. തിരുത്തലുകൾ ചിലപ്പം എനിക്കൊന്ന് കരിസ്മാറ്റിക്കിലും ഇങ്ങനെയുള്ള സ്പിരിച്വൽ മേഖലകളിൽ വരുമ്പോഴാണ് മനുഷ്യന് കൂടുതൽ മുറിവൊക്കെ ഏൽപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ തിരുത്തലുകൾ തെറ്റായിട്ട് എടുക്കുന്ന സാഹചര്യങ്ങളും ഇല്ലായ്കയില്ല. പക്ഷേ ഒത്തിരി പേരെ തിരുത്താനും അതുവഴി അവരെ വളർത്താനും സാധിച്ചിട്ടുണ്ട്. അത് ഡൽഹി സർവീസ് ടീമിൻ്റെ രൂപതാ തലത്തിൽ തുടങ്ങി നാഷണൽ തലത്തിലും അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ തലത്തിലും അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി വളർന്ന വ്യക്തികളും ഇന്ന് ഒത്തിരി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളുമുണ്ട്. വേറൊരു മേഖല തിരുത്തലിൻ്റെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഇതാണ്. അതായത് ഈ കരിസ്മാറ്റിക് നവീകരണം എന്ന് പറഞ്ഞത് അതിൻ്റെ ഫോക്കസ് മുഴുവൻ വ്യക്തിപരമായ നവീകരണത്തിലാണ്. അപ്പം ഞാൻ നവീകരിക്കപ്പെടുക എന്നുള്ളതാണ് കരിസ്മാറ്റിക് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പം വേറെ ചില ട്രെൻഡുകൾ കാണാറുണ്ട്. അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഫോക്കസ് വ്യക്തിപരമായ നവീകരണത്തിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്നെ മാത്രം ഫോക്കസ് ചെയ്യുക, എൻ്റെ സ്വാർത്ഥതയെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെൻഡുകൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ തിരുത്താൻ പറ്റുന്നിടത്ത് തിരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ തിരുത്താൻ സാധിക്കാത്ത അവസ്ഥകളിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും തിരുത്താൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ നവീകരണത്തെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നവീകരണത്തിൽ വരുന്ന വ്യക്തികളുടെ നവീകരണം ബേസിക് അതാണ്, അടിസ്ഥാനപരമായിട്ട് അതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെയുണ്ട്. പക്ഷേ നമ്മൾ ഫോക്കസ് എപ്പോഴും ആ വ്യക്തിയുടെ നവീകരണത്തിലായിരിക്കണം. നേരെ മറിച്ച് നമ്മൾ വ്യക്തികൾക്ക് കുറച്ച് കാര്യലാഭം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഹീലിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റിന്യൂവലിൽ നിന്നുള്ള ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ മേഖലകളിൽ തിരുത്താൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ചിലയിടത്ത് നമുക്ക് തിരുത്താൻ സാധിക്കാത്തപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28 അധ്യായമാണ്. പലരും പറയുന്നത് 29, 30, 31 എഴുതി ചേർക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടേതാണ്. സാറിൻ്റെ സുവിശേഷ ജീവിതം കൊണ്ട്, സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ട് സാറ് എന്താണ് 29, 30, 31 എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലാണല്ലോ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത് പെന്തക്കോസ്തായുടെ അനുഭവം. അങ്ങനെ ഒരു അനുഭവം വീണ്ടും ഈ നവീകരണം വഴി വന്നു. 1967 നമുക്ക് സഭയിൽ മൊത്തം ഒരു പെന്തക്കോസ്താനുഭവം, ഒരു പുതിയ പെന്തക്കോസ്താനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കാറുള്ളത് ഇങ്ങനെയാണ്, നമ്മൾ അന്ന് പണ്ടുണ്ടായി, അതിനുശേഷം വീണ്ടും 67 അതോടുകൂടി തീർന്നു എന്ന്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാരണം സഭയുടെ നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്താനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്താനുഭവം വീണ്ടും ഉണ്ടാകണം. അപ്പം പഴയൊന്നുണ്ടായിട്ട് ഇപ്പോൾ 50 വർഷമാകാൻ പോവുകയാണ്. 2017 നമ്മൾ അതിൻ്റെ ഗ്രേറ്റ് ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 50 വർഷം ആകുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു പെന്തക്കോസ്താനുഭവം. അപ്പോൾ ആ പെന്തക്കോസ്താനുഭവത്തിലൂടെ നവീകരിക്കപ്പെട്ടവരുടെ പെർസെൻറ്റേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 12% വ്യക്തികളെ നവീകരിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ 100% സഭ നവീകരിക്കപ്പെടണം. അപ്പോൾ അതാണ് ശരിക്കുമുള്ള ആ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ വരാനിരിക്കുന്ന അധ്യായങ്ങൾ നമ്മൾ എഴുതി ചേർക്കേണ്ടതാണ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും, എല്ലാ നാഷണാലിറ്റീസും ആ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും മാനസാന്തരപ്പെട്ടതായിട്ട്. അപ്പോൾ അതുപോലെ സഭ മുഴുവൻ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പെന്തക്കോസ്താനുഭവം സഭയിലുണ്ടാകാൻ വേണ്ടി
നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ട്. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോഴും അതാണല്ലോ പറഞ്ഞത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സഭയുടെ നവീകരണത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു പുതിയൊരു സെനക്കിൾ എക്സ്പീരിയൻസ്, വീണ്ടും നമ്മൾ സെനക്കിളിലേക്ക് പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് മുഴുവൻ സഭയ്ക്കും ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകുന്നതിനെ പറ്റി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും 29, 30 ചാപ്റ്റേഴ്സ് നമ്മൾ സുവിശേഷത്തിലുണ്ടാക്കുക. ശ്രീ സിറിൽ ജോൺ സാറിൻ്റെ കുടുംബവിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നന്ദി.